ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 18 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 19-ാമത്തെ ശ്ലോകം നോക്കാം. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസത മദ്ഭക്തയേതത് വിജ്ഞായ മദ്ഭാവായോപപദ്യതേ. ഇതി ഇപ്രകാരം ക്ഷേത്രത്തെപ്പറ്റിയും അഥവാ ശരീരത്തെപ്പറ്റിയും തഥാ അതുപോലെ ജ്ഞാനം ജ്ഞേയം ച ജ്ഞാനത്തെയും ജ്ഞേയത്തെയും പറ്റിയും സമാസത ഉക്തം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. മദ്ഭക്ത എൻ്റെ ഭക്തൻ ഏതത് വിജ്ഞായ ഈ അറിവ് നേടിയിട്ട് മദ്ഭാവായ എന്നെ പ്രാപിക്കുന്നതിന് അഥവാ സായുജ്യം നേടുന്നതിന് ഉപപദ്യതയെ അർഹനാകുന്നു. ഇപ്രകാരം ക്ഷേത്രം, അതുപോലെ ജ്ഞാനം, ജ്ഞേയം ഇവയെക്കുറിച്ച് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഭക്തൻ ഈ അറിവ് നേടിയിട്ട് എന്നെ പ്രാപിക്കുന്നതിന് അഥവാ സായുജ്യം നേടുന്നതിന് അർഹനാകുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. കർമ്മക്ഷേത്രമാകുന്ന ശരീരം, അതുപോലെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ മുക്തിക്ക് ഉതകുന്ന കർമ്മങ്ങളെപ്പറ്റി അറിയുക, മുക്തിക്കുതകുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവ് നേടുക, ആത്മജ്ഞാനം നേടുക, അതാണ് ജ്ഞാനം. ജ്ഞേയം, അതായത് അറിയപ്പെടേണ്ട വസ്തു എന്തോ, ആത്യന്തികമായി പ്രാപിക്കേണ്ട വസ്തു ഏതോ, സ്ഥാനമേതോ, അതാണ് ജ്ഞേയം. ഇപ്പം ക്ഷേത്രം എന്നാൽ ഈ ശരീരം, ജ്ഞാനം എന്നാൽ ആത്മീയമായ അറിവ്, ജ്ഞേയം എന്നാൽ ആ അറിവ് നേടുന്നത് വഴി എത്തിച്ചേരേണ്ട പ്രാപ്യസ്ഥാനം, അതായത് ബ്രഹ്മം. ഇവയെപ്പറ്റിയെല്ലാം ഭഗവാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ അറിവുകളെല്ലാം നേടിയിട്ട് സ്വാംശീകരിച്ചിട്ട് അഥവാ പരിശീലിച്ചിട്ട് എൻ്റെ ഭക്തൻ എന്നെ പ്രാപിക്കുവാനുള്ള അർഹത നേടുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയുക മാത്രമല്ല, ആ അറിവിനെ സ്വാംശീകരിക്കണം, അതനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം. അപ്പോഴാണ് മുക്തിക്കുള്ള അഥവാ സാക്ഷാത്കാരത്തിനുള്ള അർഹത ഒരുവൻ നേടുന്നത്. ക്ഷേത്രമെന്നാൽ കർമ്മ ഉപാധിയായ ഈ ശരീരം തന്നെ എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മങ്ങളനുഷ്ഠിക്കുവാൻ വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. ക്ഷേത്രജ്ഞൻ എന്നാൽ ഈ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന, ഈ ക്ഷേത്രത്തെപ്പറ്റി ജ്ഞാനമുള്ള ജീവാത്മാവ് തന്നെ. ജ്ഞാനമെന്നാൽ മുക്തിയിലേക്ക് നയിക്കുന്ന തത്വങ്ങളെക്കുറിച്ചുള്ള അറിവ്. അത് പ്രായോഗികമാക്കുമ്പോൾ ആ ജ്ഞാനം വിജ്ഞാനമായിത്തീരും. അതുപോലെ ജ്ഞേയമെന്നാൽ ഏതൊന്നാണോ അറിയപ്പെടേണ്ട വസ്തു, എല്ലാ അറിവുകളുടെയും അന്തിമസ്ഥാനം, ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുന്നു എന്ന ഭാവത്തിൽ എത്തുന്ന ആ സ്ഥാനം അഥവാ ബ്രഹ്മം അഥവാ പരമാത്മാവ്. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് ജ്ഞാനവിജ്ഞാന യോഗം. ഈ യോഗത്തെ സാക്ഷാത്കരിക്കുന്ന ഭക്തൻ, അതായത് ഈ ആത്മീയ തത്വങ്ങൾ അറിയുകയും പരിശീലിക്കുകയും ചെയ്യുന്ന ഭക്തൻ ഈശ്വരപ്രാപ്തിക്ക് അർഹനാകുന്നു. ക്ഷേത്രത്തെ ഉപയോഗിച്ച് അഥവാ ഈ ശരീരത്തെ ഉപയോഗിച്ച്
ക്ഷേത്രജ്ഞൻ അഥവാ ജീവാത്മാവ് ജ്ഞാനവിജ്ഞാനങ്ങൾ നേടി അഥവാ ആത്മീയമായ അറിവുകൾ നേടി ജ്ഞേയത്തെ അഥവാ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു, അതായത് മുക്തിയെ പ്രാപിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.